എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് PD കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ PD കാറ്റഗറി, അതായത് PD കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ല അംഗവൈകല്യം, അതായത് ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ഈ ഒരു ശാരീരിക പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല അംഗവൈകല്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു അപേക്ഷ നൽകുമ്പോൾ അത് നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം. അപ്പോൾ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്ത സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇതിൽ ആ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ അതായത് അവരുടെ പരിശോധനയിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ഫാർമസി മെഡിക്കൽ അനുബന്ധ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിച്ചവരിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്താനായിട്ട് അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രോസ്പെക്ടസിലെ ക്ലോസ് 5.3 പ്രകാരം മെഡിക്കൽ ബോർഡ് നടത്തേണ്ടതുണ്ട്. 2024 വർഷത്തെ ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള മെഡിക്കൽ ബോർഡ് 2024 ജൂൺ 18 മുതൽ 28 വരെയാണ് നടക്കുന്നത്. 23/6/2024 ഒഴികെ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 10:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്നത്. 2024 വർഷത്തെ കീം പ്രവേശനത്തിന് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഓൺലൈൻ മുഖേന അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ രജിസ്റ്റർ ഫോർ PWD വെരിഫിക്കേഷൻ എന്ന ലിങ്കിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ പൂർത്തിയാവത്തെ അറിയിപ്പ് കത്ത്, PWD വെരിഫിക്കേഷൻ പെർഫോമകൾ എന്നിവ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ലഭ്യമാകുന്ന ഡോക്യുമെൻറ്റുകളുടെ പ്രിൻ്റ് ഔട്ട്, മെഡിക്കൽ രേഖകൾ എന്നിവ സഹിതം വിദ്യാർത്ഥികൾ അറിയിപ്പ് കത്തിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാവണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അപേക്ഷ നൽകാൻ വിട്ടുപോയ വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ പരിശോധനയിൽ പങ്കെടുക്കാവുന്നതാണ്. അത്തരം വിദ്യാർത്ഥികൾ മെഡിക്കൽ പരിശോധനയിൽ പങ്കെടുക്കുന്ന വിവരം ce.info.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖേന പരീക്ഷാ കമ്മീഷനെ അറിയിക്കേണ്ടതാണ്. മെഡിക്കൽ ബോർഡിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ കീം മുഖേനയുള്ള കോഴ്സുകളിലെ ഭിന്നശേഷി വിഭാഗ സീറ്റുകളിലേക്ക് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കില്ല എന്നും പ്രത്യേകം ഇതിൽ അറിയിപ്പിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.